അപ്പോൾ അവർ പണ്ടത്തെ കാലത്ത് നമ്മുടെ ഈ ബ്രിഡ്ജൊന്നും കിട്ടാൻ ഇല്ലാത്ത ടെക്നോളജി ഇല്ലാത്ത സമയത്ത് ഒരു റബ്ബർ മരത്തിൻ്റെ വേരുകൾ പിണച്ച് വെച്ചിട്ട് അവർ ബ്രിഡ്ജുകൾ ഉണ്ടാക്കി. ആ ബ്രിഡ്ജിൽ കൂടി അവർ നടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ അതിപ്പോൾ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അതിൽ ഏറ്റവും പ്രശസ്തമാണ് ഉംഷിയാങ് എന്ന് പറയുന്ന സ്ഥലത്തെ ഡബിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഏകദേശം ഒരുപാട് കാലത്തെ പഴക്കമൊക്കെ ഉണ്ട്. ഒരു 200 കൊല്ലത്തെ പഴക്കം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഉംഷിയാങ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വില്ലേജിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററോളം ഹൈക്ക് ചെയ്ത് വേണം നമ്മൾ ആ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് കാണാനായിട്ട്. ഈ കാണുന്നത് പടികളാണ്. ഈ ഇത്തരം 4000 പടികൾ കടന്ന് വേണം നമ്മൾ ആ ലിവിംഗ് റോഡ് ബ്രിഡ്ജിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ചെറിയ പണിയൊന്നുമല്ല. ഇന്ന് ഈ ഒരൊറ്റ പരിപാടി മാത്രമേ നടക്കത്തുള്ളൂ. ഈ പെണ്ണ് നടന്നാൽ നമ്മുടെ ഭാഗ്യം. തിന്നുന്ന രാവിലെ ഈ തുടക്കത്തിലെ ആവേശം പിന്നെ കണ്ടാ മതിയായിരുന്നു. നമുക്ക് പയ്യെ മതി. ഇന്ന് നമുക്ക് ധൃതിക്ക് ചെന്നിട്ട് തിരിച്ചു വരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല. കാലിനും കൈക്കൊക്കെ അത്യാവശ്യം നല്ല വേദനയുണ്ട്. കാരണം മറ്റേത് ക്ഷീണം ഇതുവരെ മാറിയില്ല. എന്നിട്ട് കൈ വന്ന് കണ്ടോ? മോളെന്തോ തിന്നുന്നേ? അപ്പൊ ഞങ്ങള് രാവിലെ പൂരി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇറങ്ങിയത്. കാരണം ഇവിടെ കടയോ കാര്യങ്ങളോ വീടോ അമ്മക്ക് പറ്റുന്ന ഫുഡൊന്നും അല്ല കിട്ടുന്നത്. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. ഇവര് ഈ മുളയൊക്കെ ഇങ്ങനെ എന്തോ ഫെർമെന്റ് ചെയ്തോ അങ്ങനെ എന്തൊക്കെ ആയിരിക്കും. നമുക്കത് പറ്റത്തില്ല. നമുക്ക് പറ്റത്തില്ല. അപ്പൊ മാത്രം പിന്നെ എന്തോ കിഴങ്ങുകളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ കപ്പ തിന്നായിരുന്നു, ചീനി തിന്നായിരുന്നു. സൂപ്പറായിരുന്നു. അപ്പൊ ഇത് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇച്ചിരി കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. തിരിച്ചു വരുമ്പോ എണ്ണീക്കോളും. കിടന്നു ഉരുണ്ടും എണ്ണീക്കോളും. ഇതിപ്പോ ഇറക്കമായിട്ട് നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. വൈകിട്ടാവുമായിരിക്കും നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാനായിട്ട്. ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീ എന്ന് പറയാൻ 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലൊരു കെയിൻ, ഒരു സപ്പോർട്ട് ചെയ്യാനൊരു കെയിനും കൂടെ കിട്ടും. കൂടെ കിട്ടുന്നതല്ല, ഇതിന് 20 രൂപ എക്സ്ട്രാ ആണ്. കാരണം ഇത് നമുക്ക് വേർത്തായിരിക്കും. 20 രൂപയേ ഉള്ളൂ. മാത്രമല്ല വേർത്തായിരിക്കും. കാരണം നമ്മൾ വാഴിച്ചവരെന്ന് തിരിച്ചു കയറാൻ നേരം ഞാനിങ്ങനെ നോക്കിയായിരുന്നു, ഒരു കമ്പ് കിട്ടിയായിരുന്നെങ്കിലെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. എന്തായാലും ഈ സംഭവം കൊള്ളാം. തിരിച്ചു വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഉപയോഗം കൂടുതൽ. ഇറക്കമായോണ്ടായിരിക്കും കുഴപ്പമൊന്നുമില്ല. തെല്ലിയപ്പേ ഞാൻ ഒറ്റയ്ക്കാണ് അവളെ എടുത്തോണ്ട് നടക്കും. ഞാൻ എല്ലാവർക്കും വീഡിയോ കാണിച്ചു കൊടുക്കും. അപ്പൊ വേണ്ട നമ്മള് കേറിയ സ്റ്റെപ്പുകളാണ് മുകളിലേക്ക് കാണുന്നത്. അവിടെ കുറെ വീടുകളും സെറ്റിൽമെന്റ്സും ഒക്കെ നമുക്ക് കാണാം. അപ്പം നമ്മളിപ്പോ ഒരു മല ഇറങ്ങി അതിന്റെ താഴ്വാരത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ആ വാലിയിലുള്ള സെറ്റിൽമെന്റ് ആണ് കാണുന്നത്. അപ്പൊ അതിനകത്ത് സിമെന്റ്സിനകത്ത് നമുക്ക് കാണാം നമ്മുടെ കട്ടയും സിമെന്റും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ വണ്ടി വരത്തില്ല. അവരെ സമ്മതിച്ചു കൊടുക്കണം. അവരെങ്ങനെ ഇത് ചുമന്ന് ഇവിടം വരെ കൊണ്ടുവന്ന വീട് വെച്ചേക്കുന്നതെന്ന്. കാരണം നമ്മളിതേ വടിയും കുത്തി തൂക്കി ഇറങ്ങുമ്പോ അവര് സിമ്പിളായിട്ടാണ് സാധനങ്ങൾ ഇതുവഴി നടന്നു പോയ ഒരു ഇവിടുത്തെ ലോക്കൽ പോയി അവന്റെ കാലിന്റെ മസിൽ കാണുമായിരുന്നു. നമ്മള് ജിമ്മിലൊക്കെ പോയി കഷ്ടപ്പെട്ട് തൈസ് മസിൽ അടിച്ചാലും വരത്തില്ല. ഇത് ഇവരുടെയൊക്കെ മസിൽ കറക്റ്റ് ഓരോ പീസായിട്ട് എടുക്കായിരുന്നു. അമ്മാരി ആൾക്കാരാണ് ഉള്ളത്. ആ വാലിയിൽ താഴെ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു സിംഗിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് എന്ന് കണ്ടു. അവിടുന്ന് 3 മിനിറ്റേ ഉള്ളൂ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ആ സിംഗിൾ റൂട്ടെങ്കിൽ സിംഗിൾ റൂട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. പിന്നെ ഡബിൾ ഡെക്കർ കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് വഴി. അവരുടെ വീടുകളിലേക്കൊക്കെ ഉള്ള വഴിയാണ്. എൻ്റെ അമ്മ, ഈ വീടുകളൊക്കെ താമസിക്കാൻ സമ്മതിക്കണമല്ലേ? ഒരു ഫെസിലിറ്റീസ് ഇല്ല. ഒരു ഹോസ്പിറ്റലിൽ പോകണം, എങ്ങനെ പോകും? ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ബോർഡ് നല്ല വൃത്തിയായിട്ട് വായിച്ച് നോക്കിയിട്ട് പോകണം. ഫോൺ ഒഴികെയുള്ള ബാക്കി എല്ലാ ഡിവൈസസിനും അവർ എക്സ്ട്രാ ചാർജ് ചെയ്യും. അപ്പം അവരവിടെ ചെക്ക് ചെയ്യാൻ ചിലപ്പോൾ ആൾ കാണും. അപ്പം നമ്മളത് കരുതി കൂട്ടി വേണം ചെയ്യാനായിട്ട്.
അച്ഛൻ വിളിക്കുന്നുണ്ട്. ഹായ് പറ. വാടാണ്. അങ്ങനെ മേഘാലയയിലെ വാരി ചൗരയിലെ കാഴ്ചകൾക്ക് ശേഷം എൻറ്റയർലി ഡിഫറെൻ്റ് ആയ മറ്റൊരു ലൊക്കേഷനാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത്. സിംഗിൾ റൂട്ട് ബ്രിഡ്ജ്. നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡബിൾ ഡക്കർ ബ്രിഡ്ജാണ്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു 2-2.5 കിലോമീറ്റർ കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു സിംഗിൾ റൂട്ട് ബ്രിഡ്ജിൻ്റെ ലൊക്കേഷനുണ്ട്. ഇത് അവിടേക്കാണ് നിങ്ങളെ ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കിക്കേ, ഈ ഒരു മരത്തിൻ്റെ വേരുകൾ തമ്മി കൂട്ടിപ്പിണഞ്ഞ് ഈ ഒരു ഒറ്റ മരത്തിൻ്റെ വേര് അത് എവിടെയൊക്കെ കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എവിടെയൊക്കെ കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, ഒറ്റ ബ്രിഡ്ജ്, ഒറ്റ പേരാ അത്. അപ്പുറത്തെ കല്ലിൽ കൊണ്ടുപോയി കണക്ട് ചെയ്തേക്കുക. അതിനിടയ്ക്കൂടെ വേറൊരു അവിടുന്ന് ഒരു വേര് വന്നിട്ടേ അതിനെ ട്വിസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. കണ്ടാ? ഇല്ല, മുന്നേ തലത്തിലാണ്. എന്നിട്ട് ഇതിലുണ്ടാവുന്ന വീണ്ടും ഉണ്ടാവുന്ന ചെറിയ വേരുകൾ കൂട്ടിപ്പണഞ്ഞിട്ടാണ് ആ ബ്രിഡ്ജിന് കൈവേരി ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ടോ, അവിടെ നോക്കിക്കേ, നല്ല വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ആ ബ്രിഡ്ജിൽ പോകണം, നമുക്ക് അവിടെ പോകണം. അപ്പൊ അവിടുത്തെ കാഴ്ചകൾ കാണാം, അവിടെ ചെന്നിട്ട് കാണാം. ബൈ. ഇഷ്ടപ്പെട്ടോടാ? അടിയില് മുളയാന്ന് അടിച്ചേക്കുന്നല്ലേ, തെന്നാതിരിക്കാൻ നടക്കാനുള്ള സ്ഥലത്ത്. അപ്പൊ നമ്മൾ ആദ്യം നിന്നത് അവിടെയാണ്. ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അടിയിലും ഒരു സപ്പോർട്ടും ഇല്ലാതെ ഈ സാധനം നിൽക്കുന്നില്ല എന്നുള്ളതാ, അതാണ് അതിന്റെ ബലം. ഒരു സിംഗിൾ റോഡ് ബ്രിഡ്ജിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നല്ല ഉറപ്പാണ് കേട്ടോ. നമ്മൾ സാധാരണ ഹാങ് ബ്രിഡ്ജൊക്കെ നടക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആടിയൊക്കെ ചെയ്യും. പക്ഷേ ഇതിന് അടിയിലോട്ട് ഒട്ടും സപ്പോർട്ടില്ല, ഒന്നുമില്ല. പക്ഷേ സൂപ്പറാണ് കേട്ടോ, നല്ല സ്ട്രെങ്ത് ആണ്. നമ്മളൊന്നും ആടിയിലൊന്നും ഒന്നും പറ്റുന്നില്ല. സൂപ്പർ സാധനം. ഇതൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കിയത് സമ്മതിക്കണം അല്ലേ? അതാ, ശരിയാണ്. രീതിയൊക്കെ അടിപൊളിയാണ്. അതൊന്നുമില്ല അണ്ണാ, അത് വെള്ളം വീഴുന്നല്ലേ. അപ്പൊ ഇതിന്റെ മുകളിലോട്ടൊക്കെ ഇഷ്ടംപോലെ വില്ലേജസ് ഉണ്ട്. ആ വില്ലേജിലൊക്കെ പോകാനുള്ള വഴിയാണെന്നാണ് പറഞ്ഞത്. ഈ മുകളിലേക്ക് മുടക്കിൽ ഇനി എന്തോരം വില്ലേജസ് ഉണ്ടാവും? അവര് തന്നെ ചെയ്തു വെച്ചേക്കുന്നതാണ്. ട്രൈബൽസ് ആണ് എല്ലാം ഖാസി അല്ലേ, ഖാസി ട്രൈബൽസ്. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഇതുപോലെ മുട്ടയൊക്കെ പുഴുങ്ങി ഇത് പൂരി അല്ലെങ്കിൽ പഴം, നമ്മുടെ ബിസ്ക്കറ്റിനെയൊക്കെ കാട്ടി ഒരുപാട് നല്ലതാണ്. നമുക്കായാലും കുട്ടികൾക്കൊക്കെ ആയാലും ഈ ബിസ്ക്കറ്റ് മാഗിയൊക്കെ ഒഴിവാക്കുക. അപ്പോൾ അതിന് ഞങ്ങൾ നാട്ടിലാണെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കപ്പലണ്ടി മുട്ടായി അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചിടും. പിന്നെ എക്സ്ട്രാ നമ്മൾ മേടിക്കുന്നത് ഒന്നെങ്കിൽ സ്നിക്കേഴ്സ് അല്ലെ ഡയറി മിൽക്ക്, അതിനപ്പുറത്തോട്ടൊന്നും മേടിക്കില്ല. അതൊക്കെ ഒരു ബാർ മാത്രമേ കഴിക്കൂ. പക്ഷെ ഈ സാധനം അടിപൊളിയാണ്, മുട്ട. പക്ഷെ ഒന്നിൽ കൂടുതലൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കൊള്ളത്തില്ല. പക്ഷെ ഒരെണ്ണം അവരുടെ വയറ്റിൽ കിടക്കും. ഇപ്പോൾ മോള് പൂരിയോട് തിന്നത് കൊണ്ട് അത് വയറ്റിൽ കിടന്നോളും. ഞങ്ങൾക്കും ഉണ്ട്. ഇവിടേക്ക് ഓരോ ആൾക്കാർ കൊണ്ടുവന്ന് വേസ്റ്റ് ഒക്കെ ഇട്ട് നശിപ്പിച്ച് കളഞ്ഞേക്കുക. അതാണ്, നമുക്ക് മുട്ടത്തോടൊക്കെ ഇവിടെ ഒരു ഇതുണ്ട്, വേസ്റ്റ് ബിന്നുണ്ട്, നമുക്ക് അവിടെ ഇടാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നമ്മൾ ഇന്നലെ പുഴുങ്ങിയിട്ടിരുന്നു, രാത്രി പുഴുങ്ങിയിട്ടിരുന്നു. കാരണം രാവിലെ നമുക്ക് ടൈം ഇല്ലായിരുന്നു. നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ടൈം ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ നല്ലതുപോലെ നമ്മുടെ കെറ്റിൽ കുക്ക് ചെയ്തതാണേ. നല്ലതുപോലെ അവിടെ കിടന്ന് വെന്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. നോക്ക്, വേറെ പാൽ ഇഷ്ടമില്ല. പച്ചുമ്പയുടെ സുന്ദരി പാലുണ്ടാ വേന? നമ്മുടെ കുരുമുളകാണ്. വേണ്ട, കുരുമുളകിന് ചെറിയ തിരി വീണ് കിടക്കുന്നുണ്ട്. തീരെ ചെറിയ ഇലയല്ലേ? ആ അതെ, ഇത് തിരിയാണ്. നമ്മുടെ നാട്ടിലെ തിരിയില്ലേ, അതുപോലെ തിരി വീണ് കിടക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ചെറിയ ചെറിയ കുരുമുളക് അല്ലികളുണ്ട്. അതായി തരണം തന്നെ. ആയി വരുമോ? നിങ്ങൾ ഇതും കണ്ടിട്ട് പതുക്കെ നടന്നോ, ബാക്കി വരുന്നുണ്ടെന്നായിരിക്കും. ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മറ്റുണ്ട്. ഈ മലമടക്കിനിടയ്ക്ക് തന്നെ ഇഷ്ടംപോലെ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഈ ലോഡ് കൊണ്ട് വരുന്നത് കാണാം. അവരുടെ തലയിലൊക്കെ അവരുടെ ട്രഡീഷണൽ രീതിയിൽ സാധനങ്ങൾ ബാലൻസ് ചെയ്തുകൊണ്ടൊക്കെ വരുന്നത് ഭയങ്കരം തന്നെ. ഇത്രയും സാധനങ്ങളൊക്കെ ചുമന്ന് കയറ്റി, പ്രത്യേകിച്ച് കമ്പി കിടക്കുന്നുണ്ട്. ഒരു വീട് പണിയുള്ള കമ്പി ഇറക്കിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പോലും സൗകര്യമില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ കമ്പിയൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടങ്ങാണ്. ഇതുപോലെ തലയിലേക്ക് കൊണ്ടുവരണം.
വെറുതെ എല്ലാം പറഞ്ഞ ഗൈഡിനെ എടുത്തോ താഴെ കാട്ടിക്കൂടാ പോകണ്ടെന്ന്. നമ്മൾ പറഞ്ഞ് ഗൈഡിനെ ഒന്നും വേണ്ട, ഇതെല്ലാം ഓരോ വില്ലേജുകൾ വഴികളാണ്. വളരെ ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് നടന്നു പോകാൻ. സ്റ്റെപ്പിങ്ങിന് ഇട്ടേക്കുന്നുണ്ട് അടി. എന്തോ ആയാലും ഇത് എളുപ്പമുണ്ട്. പിന്നെ വാരീച്ചോര ഞാൻ കാണിച്ചു തരാം. വാരീച്ചോര ഞാൻ ഇറങ്ങി ഇങ്ങനെ വന്ന് വഴിയോ ഇറക്കം കഴിഞ്ഞത് അടുത്ത വഴി ഞാൻ ഇങ്ങനെ നോക്കിയത്. ഇത് പക്ഷെ അങ്ങനല്ല, ഇത് നേരെ കിടക്കുന്നത്, കുഴപ്പമില്ല, വലിയ പ്രശ്നം ഇതുവരെ ഇല്ല. അറിയത്തില്ല. ഇത് കൊള്ളാമല്ലേ? ഇത് പക്ഷെ പ്യുവർ റോക്സാ, നമ്മുടെ നാട്ടിൽ കാണുന്ന റോക്സാ, മറ്റേതല്ല അല്ലേ? അടിപൊളി. മുകളിലൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു. അയാളുടെ ഫേവറേറ്റ് സാധനം കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും സാധനം ജീവികളെ ഓടിച്ചുകൊണ്ട് കിടക്കണം. ഒന്ന് ഈ പ്രാവ്, കാക്ക, ഒരു ബട്ടർഫ്ലൈയുടെ പുറകെ പോവുക. അങ്ങോട്ട് പോയല്ലേ? കഴിഞ്ഞ മൂപ്പ ഇവിടെ തന്നെ കുളി കിട്ടിയ താമസം. കുടിക്കേറ്റാലും വേണ്ടിയില്ല. എന്താ പറ്റി? എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ. മൂന്നാമത്തെ കുന്ന് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, ആദ്യം ഒരു കുന്ന് കയറി ഇറങ്ങി, രണ്ടാമത്തെ കയറി ഇറങ്ങി, മൂന്നാമത്തെ കണ്ണ് ക്ഷീണിച്ചോടാ. നല്ല ശാന്ത സുന്ദരമായ കാട്. ഖാസി വില്ലേജ് കണ്ടില്ലേ? അപ്പോൾ അവിടെ സേക്രഡ് ഗ്രൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സേക്രഡ് ഗ്രൂ, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. സേക്രഡ് ഗ്രൂസ് ആണ് അവിടെ. പക്ഷെ എന്തോത്തിനും ഉള്ളായിരുന്നു, ഒന്നും കൊള്ളത്തില്ലായിരുന്നു. അതിനുള്ളിലോട്ട് ഫുൾ ട്രെക്കിംഗ് ഉണ്ട്. ഡേവിഡ് സ്കോട്ട് ട്രെക്ക് എന്ന് പറയും. അത് സൂപ്പറാണ്. അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. പക്ഷെ ഇത് നല്ലത്, ഇത് നല്ലതല്ലേ? ഇത് രാത്രി ഫോറസ്റ്റിൽ കൂടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡബിൾ ഡെക്കറിനെ തന്നെ തേടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് ഏറ്റവും സെനിക്കായിട്ടുള്ള പ്ലേസ്. അതായത് മേഘാലയയുടെ നമ്മൾ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് അഡ്വൈസറിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഈ ഡബിൾ ഡെക്കറാണ്. അപ്പോൾ അവിടേക്കുള്ള ഈ ട്രെക്കിങ് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ തുടക്കത്തിൽ കണ്ട ആവേശമൊന്നുമല്ല തുടക്കത്തിൽ പോയ ആളുകളെ എല്ലാം തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ വഴിയിലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഉള്ളിൽ, അതായത് നമ്മൾ നേരത്തെ കണ്ട ഗ്രാമങ്ങൾക്ക് ഉള്ളിലൊക്കെ നമുക്ക് സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഭയങ്കര കോസ്റ്റ്ലിയാണ്. കാരണം അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം അത് ഇവിടെ തന്നെ ഉണ്ട്, ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ അതിന് നിന്നാൽ ഞങ്ങൾക്ക് താമസിച്ചു പോകും. 3 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഒരു 3-4 മല കയറി ഇറങ്ങിയാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഞങ്ങൾ തന്നെ മൊത്തം ഒരു 9-10 മണിക്കൂർ എടുത്തു പോയിട്ട് തിരിച്ച് കയറാനായിട്ട്. അപ്പോൾ തന്നെ യാത്ര എത്ര ദുഷ്കരമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ, പ്രത്യേകിച്ച് മോളൂടെ ഉള്ളതുകൊണ്ട്. അടിപൊളിയാണ്. നോർത്ത് ഈസ്റ്റിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കാരണം വില്ലേജുകളൊക്കെ വലിയ കുന്നുകളുടെയും വലിയ കാടിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെയാണ്. അപ്പം അവിടേക്ക് സിമെൻറ്റും കമ്പിയൊന്നും ചിലപ്പം എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാവുമെന്ന് വരത്തില്ല. അപ്പോൾ അവർ ഇതാണ് അവരുടെ ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത്. സിംഗിൾ റൂട്ട് ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. ഇതിന് പഴക്കമുണ്ട്. ഇതിൽ നോക്കാം, അവർ കല്ലാണ് പറക്കിയിട്ടേക്കുന്നത്. പോകുന്ന വഴിയിലെല്ലാം തന്നെ നമുക്ക് ഇതുപോലത്തെ ബ്രിഡ്ജസ് ക്രോസ് ചെയ്യാനായിട്ട് അവർ ഇങ്ങനൊരു സംവിധാനമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ലിവിങ് റൂട്ട് ബ്രിഡ്ജസ് ആണ്. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് ഗ്രാമങ്ങൾ ക്രോസ് ചെയ്യും. അതായത് ഒരു സെറ്റിൽമെൻറ്റ്, പിന്നെ ഒരുപാട് ദൂരം കഴിഞ്ഞ് മറ്റൊരു സെറ്റിൽമെൻറ്റ്. അതായത് ഇവരെല്ലാം കാടിനുള്ളിൽ കാടിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്.
നമ്മൾ എന്താണ് നല്ല സൊഹറയിലോട്ട് വരുന്ന വഴിക്ക് ഇത്രയും വാലിയിൽ നമ്മൾ ഒരുപാട് സെറ്റിൽമെൻറ്റ്സ് ഒക്കെ കണ്ടായിരുന്നു. ഇന്ന് അത് മൊത്തം കയറി ഇറങ്ങേണ്ടി വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അതിനിടയ്ക്ക് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു. എത്ര 50 60 30 രൂപ ഒരെണ്ണത്തിന്, സാധാ നാരങ്ങ വെള്ളം. അയ്യോ ഞാൻ അണയ്ക്കുവാ, അവളെ പിടിച്ചോണേ. അങ്ങനെ അവസാനം ട്രക്ക് ചെയ്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗൈസ് നമ്മളുടെ ഡബിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ്. അതെ ഇങ്ങനെ കാണാം അടിപൊളിയല്ലേ. അപ്പോൾ അതെ അവിടെ ഒരു പൂളും കാര്യങ്ങളും കഫറ്റീരിയ ഒക്കെ ഉണ്ട്. ആ പൂള് നിറച്ച് എന്തോ ഒരു തരം പ്രത്യേകതരം മീൻ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ കുറേ നേരം ഇവിടെ ഇറങ്ങിയിരിക്കണം. അതെ, പിന്നെ ഇവിടെ എൻട്രി പാസ് ഉള്ളത് ഞങ്ങൾ പറയാൻ മറന്നുപോയായിരുന്നു. പെർ ഹെഡ് 50, ഇവിടെ 50, 30, കുട്ടികൾക്ക് 10. പിന്നെ ക്യാമറ, ഗോപ്രോ, ഡ്രോൺ വേറെ ക്യാമറയ്ക്ക് 50 രൂപ, ഗോപ്രോയ്ക്ക് 100 രൂപ, ഡ്രോണിന് 500 അങ്ങനെ എന്തോ ആണ്. അപ്പൊ നമുക്ക് താഴേക്ക് പോയി കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഞങ്ങള് ഇത് ഇച്ചിരി കൂടെ സ്ട്രെങ്ത് കൂടിയതാ, ആട്ടമൊന്നുമില്ല. ഇത് നല്ല സ്ട്രെങ്ത് ഉണ്ടല്ലേ. വേണ്ട ഇവിടെ നിന്ന് അവിടെ നിൽക്ക്, ഇവിടെ നിന്നാലാണ് വേണ്ട ഈ ഒരു വ്യൂ. അടിപൊളി. ബ്രിഡ്ജിൽ കൂടെ ഇറങ്ങി ഇതിലേ കൂടെ വന്ന് ഞങ്ങളിതേ തിരിച്ച് താഴെ കൂടെ അപ്പുറത്ത് തിരിച്ചു പോവാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. എന്താ പറയുക, നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ നാട്ടിലൊന്നും എന്താ പറയുക ഇങ്ങനത്തെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ട്രെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട്. എന്നാലും ഞങ്ങൾ മാക്സിമം ടൈം മാനേജ് ചെയ്തൊക്കെയാണ് വന്നതും പോയതും ഒക്കെ. ഇവിടെ നമ്മൾ എത്ര നേരം ഇരുന്നാലും നമുക്ക് മുഷിയത്തില്ല. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. നല്ല അടിപൊളിയാണ്. അത് മാത്രമല്ല, നമ്മളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പ്ലേസിൽ പോയാൽ ഭയങ്കര റഷാണ്, എവിടെ ചെന്നാലും ആൾക്കാരാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരും എക്സ്പ്ലോർഡ് ആയിട്ടില്ല. എന്നാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ് ഇവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോഴത്തേന് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം തന്നെ അവർക്ക് നടന്ന് കയറാൻ വയ്യ. അപ്പോൾ അവർ ചോദിക്കുകയാണ് ഈ കുഞ്ഞിനെയും കൂടെ കൊണ്ട് എങ്ങനെയാണ് നിങ്ങളെന്ന്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര സഹകരണമുള്ളവരാണ്. ഇത് വെറും ഒരു 4, 5, 6 മണിക്കൂർ എന്തോ ആയിട്ടേ ഉള്ളൂ ഇപ്പം തന്നെ. അപ്പോൾ ഞങ്ങൾക്കിനി ഇവിടുന്ന് മറ്റൊരു ട്രക്കിംഗ് കൂടെ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒറ്റ എപ്പിസോഡായിട്ട് ഞങ്ങൾക്ക് ഇടാൻ പറ്റില്ല, ഭയങ്കര ലെങ്തി ആയിപ്പോൾ, അത് പിന്നെ ബോറായിപ്പോൾ. അപ്പം തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ.